തറാവീഹ് നമസ്കാരം 11 റക്അത്തിൽ കൂടുതൽ നമസ്കരിച്ചിട്ടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ കാണുന്നു. എങ്കിൽ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ അത് 23 നമസ്കരിച്ചു എന്ന് കേട്ടു. അത് ശരിയാണോ? അങ്ങനെ സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ ഉമർ ഖത്താബ് നിസ്കരിച്ചു എന്നല്ല, അന്നത്തെ കാലത്ത് നിസ്കരിച്ചു എന്നേ ഉണ്ടെങ്കിൽ തന്നെ റിപ്പോർട്ടിൽ ഉള്ളൂ. നബിയുടെ ഒരു സുന്നത്തിന് അപ്പുറത്ത് ഉമർ ഖത്താബ് ഏതായാലും ചെയ്യൂല. നബിയുടെ ചര്യ 11 എന്ന് ഒരുപാട് ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യമാണ്. ആയിഷ ബീവി പറഞ്ഞു, ഒരുപാട് സ്വഹാബിമാർ പറഞ്ഞു, ജാബിർ റളിയല്ലാഹു പറഞ്ഞൊക്കെ നബിതങ്ങൾ 11 റക്അത്താണ് നിസ്കരിച്ചത് എന്ന് അവരൊക്കെ പറയുന്നു. 3 ദിവസം അല്ലെങ്കിൽ 4 ദിവസമാണ് നബി ജമാഅത്തായി നിസ്കരിച്ചത്. ആ ജമാഅത്തിൽ പങ്കെടുത്ത സ്വഹാബിയാണ് ജാബിർ ബിൻ അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു. ഇബ്നു ഹിബ്ബാൻ റഹിമഹുല്ലാഹ് സ്വഹീഹ് ഇബ്നു ഹിബ്ബാനിൽ റിപ്പോർട്ട് ഹദീസിൽ കാണാം, ജാബിർ റളിയല്ലാഹു പറഞ്ഞതായി, ഞങ്ങൾ നബിയുടെ കൂടെ ആ ജമാഅത്തിൽ പങ്കെടുത്തു, നബി ഞങ്ങളെയും കൂടി 11 റക്അത്ത് നിസ്കരിച്ചു എന്ന് ജാബിർ ബിൻ അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു പറഞ്ഞത് ഇമാം ഇബ്നു ഹിബ്ബാൻ റഹിമഹുല്ലാഹ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നബിയുടെ ചെയ്തി അതാണ്, നബിയുടെ അധ്യാപനവും അത് തന്നെ ഏറ്റവും അഫ്ദലും ആ 11 തന്നെയാണ്. ഉമർ ഖത്താബ് നിസ്കരിച്ചതും 11 സംശയമൊന്നുമില്ല. ഉമർ ഖത്താബ് നിസ്കരിച്ചതും കൽപ്പിച്ചതും ഒക്കെ 11 റക്അത്താണ് എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. ഉമർ ഖത്താബിന്റെ കാലത്ത് ആളുകൾ നിസ്കരിക്കാറുണ്ടായിരുന്നു എന്നൊരു റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ട് 100% സ്വീകാര്യയോഗ്യമായ ഒരു റിപ്പോർട്ടല്ല, അഭിപ്രായ വ്യത്യാസമുള്ള ആക്ഷേപങ്ങൾ വന്ന റിപ്പോർട്ടാണ്. അതുകൊണ്ട് തന്നെ ഉമർ ഖത്താബ് നടപ്പാക്കിയത് പറഞ്ഞപ്പോൾ ഇമാം മാലിക്കൊക്കെ പറഞ്ഞു, അമറ ഉമർ ഉബയ്യ ഇബ്നു കഅബ് വതമീം അദ്ദാരി അൻ യഖൂമ ലിന്നാസി ബി11 റക്അ. ഉമർ ഖത്താബ് തമീം അദ്ദാരിയോടും ഉബയ്യ ഇബ്നു കഅബിനോടും ജനങ്ങൾക്ക് ഇമാമായി നിസ്കരിക്കാൻ കൽപ്പിച്ചു 11 റക്അത്ത് എന്ന് ഇമാം മാലിക് റഹിമഹുല്ലാഹ് മുവത്തയിലൊക്കെ റിപ്പോർട്ട് ചെയ്ത സംഭവത്തിൽ കാണാൻ കഴിയും. പിൽക്കാലത്താണ് റക്അത്തിന്റെ എണ്ണത്തിൽ വ്യത്യാസങ്ങൾ വന്നത്. അതിനുശേഷമുള്ള കാലങ്ങളിൽ ചില ആളുകൾ റക്അത്തിന്റെ എണ്ണം കൂടിയതൊക്കെ കാണുന്നുണ്ട്. ഇമാം ഷാഫിയൊക്കെ പറഞ്ഞു കാണാൻ പറ്റും, 20 സ്കെച്ചും 36 സ്കെച്ചും ഒക്കെ കണ്ടതൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അതൊക്കെ പിന്നീട് വന്ന ആളുകൾ സുന്നത്തല്ലേ, അതുകൊണ്ട് വർദ്ധിപ്പിച്ചാൽ കുഴപ്പമില്ല എന്ന ഒരു അസലാണ് അതിന് സ്വീകരിച്ചത്. നബി നിസ്കരിച്ച 11 അതാണ് അസല്, അതാണ് ശ്രേഷ്ഠം എന്ന് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ സുന്നത്തായ നിസ്കാരമാണല്ലോ, സുന്നത്ത് ഒരാൾക്ക് വർദ്ധിപ്പിച്ച വിരോധമില്ലല്ലോ എന്ന തത്വപ്രകാരമാണ് പിന്നീട് വന്ന ആളുകൾ ദീർഘമായി നിൽക്കാൻ കഴിയാതായപ്പോൾ അവരിടക്കിടക്ക് സലാം വീട്ടിക്കൊണ്ട് റക്അത്തിന്റെ എണ്ണം കൂടിയതാണ് പിന്നീട് ഉണ്ടായത്. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി പറഞ്ഞു, ഖിറാഅത്ത് നീളുമ്പോൾ റക്അത്ത് കുറയുന്നു, ഖിറാഅത്തിന്റെ ദൈർഘ്യം കുറയുമ്പോൾ റക്അത്തിന്റെ എണ്ണം കൂടുന്നു. വൽ അവ്വലു അഹബ്ബു ഇലയ്യ, ആദ്യം പറഞ്ഞതാണ് എനിക്കിഷ്ടം. അഥവാ ഖിറാഅത്തിന് പരമാവധി നീളം കൂട്ടുക, റക്അത്തിന്റെ എണ്ണം കുറക്കുക, അതാണ് എനിക്കിഷ്ടം എന്ന് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. അതാണ് ഇതിന് പിന്നെ സംഭവിച്ചത്. സാധാരണ ഉമർ ഖത്താബിന്റെ കാലത്തൊക്കെ ഇശാക്ക് ശേഷം തുടങ്ങിയാൽ ഏതാണ്ട് സുബ്ഹി വരെ നീണ്ടു നിൽക്കുന്ന ജമാഅത്ത്, തൊട്ട് മുമ്പ് അവസാനിക്കുന്ന ജമാഅത്തൊക്കെ ആയിരുന്നു അന്നുണ്ടായിരുന്നത്. പിന്നീട് അങ്ങനെ ദീർഘമായി നിൽക്കാൻ കഴിയാത്തൊരവസ്ഥ വന്നപ്പോൾ അവര് അങ്ങനെ ഓതും, എപ്പോഴാണോ ക്ഷീണം തോന്നുന്നത് അപ്പോൾ റുക്കൂയിലേക്കാണ് പോകും, തയ്യാത്തിന് സലാം വീട്ടി തൽക്കാലം വിശ്രമിക്കും, കുറച്ച് കഴിയുമ്പോൾ പിന്നെ നിസ്കരിക്കും. അപ്പൊ ചിലപ്പോൾ 15 ആവും, ചിലപ്പോൾ 18 ആവും, ചിലപ്പോൾ 20 ആവും, ചിലപ്പോൾ 30 ആവും, ചിലപ്പോൾ 5 ആവും, ചിലപ്പോൾ 4 ആവും. അത് ഒരു റക്അത്തിന്റെ എണ്ണം നോക്കിയില്ല, ഈ ദൈർഘ്യം പരിഗണന. അപ്പൊ ചില ദിവസം കുറച്ച് ഉന്മേഷം ഉണ്ടാവും, അപ്പോൾ അധികം പിന്നെ ദീർഘമായി കൂടാൻ തോന്നും. ചിലപ്പോൾ ക്ഷീണമുണ്ട്, അപ്പം ഖിറാഅത്ത് കുറക്കും, പകരം റക്അത്തിന്റെ എണ്ണം കൂടും. ഇതാണ് പിന്നീട് ഉണ്ടായി വന്നത്. അതാണ് ഇമാം ഷാഫി റഹിമഹുല്ലാഹ് പറഞ്ഞത്, ഇൻ അത്വാല ഖിറാഅത്ത് കൂടുമ്പോൾ റക്അത്തിന്റെ എണ്ണം കുറയുന്നു, ഖിറാഅത്തിന്റെ ദൈർഘ്യം കുറയുമ്പോൾ റക്അത്തിന്റെ എണ്ണം കൂടുന്നു. വൽ അവ്വലു അഹബ്ബു ഇലയ്യ, ആദ്യത്തേതാകുന്നു എനിക്കിഷ്ടം. അഥവാ റക്അത്തിന്റെ എണ്ണം കൂടാതൊക്കെ ഖിറാഅത്തിന്റെ ദൈർഘ്യം കൂട്ടുക, അതാണ് എനിക്കിഷ്ടമെന്ന് ഇമാം ഷാഫി റഹിമഹുല്ലാഹ് പറഞ്ഞിട്ടുണ്ട്. ഇമാം തുർമുദി പറഞ്ഞു 41 വരെ സ്കെച്ചതൊക്കെ അവിടെ പറയപ്പെട്ട് കേൾക്കുന്നുണ്ട് എന്ന് ഇമാം തുർമുദിയൊക്കെ പറഞ്ഞ് കാണാൻ പറ്റും. അത് അങ്ങനെ വന്നതാണ്. സുന്നത്ത് നിസ്കാരമാകുമ്പോൾ എത്രയും എണ്ണം കൂട്ടുന്നത് കുഴപ്പമില്ല എന്ന തത്വപ്രകാരമാണ് ചെയ്തവർ തന്നെ പിന്നീട് ചെയ്തിട്ടുള്ളത്. അപ്പൊ നബിയുടെ ചെയ്തി, നബിയുടെ അധ്യാപനം, നബിയുടെ ഫിഅല്, സ്വഹാബിമാർ നബി എന്ന് പഠിച്ചതുമൊക്കെ 11 റക്അത്താണ്. അത് എത്ര ദീർഘമായി നിസ്കരിക്കാൻ കഴിയുമോ അതാണ് ഏറ്റവും ശ്രേഷ്ഠമായത്. ഈ പള്ളി ജമാഅത്ത് നമ്മൾ കൂടുന്നില്ല, രാത്രി കുറച്ചുകൂടി ദീർഘമായി നിസ്കരിക്കാൻ നമുക്ക് താല്പര്യമുണ്ട്. ആ ബാമ്പിലൊന്നും വിശ്വാസക്കാരെ കഴിഞ്ഞിട്ട് പെരി പോയി കുറച്ചേരം കിടന്നു തുടങ്ങി ഒരു മണിക്കൂറിനിടയ്ക്ക് എഴുന്നേറ്റ് ഒരു 2-3 മണിക്കൂർ സമയം ഒരു ദീർഘമായ ഖുർആൻ ഓതി അയാൾക്ക് നിസ്കരിക്കാനാണ് താല്പര്യമെങ്കിൽ അത് നല്ല കാര്യമാണ്. ഉമർ ഖത്താബ് ജമാഅത്ത് നടപ്പാക്കിയപ്പോൾ അദ്ദേഹം ആ ജമാഅത്തിൽ പങ്കെടുക്കുമായിരുന്നില്ല എന്നാണ്. പള്ളി വന്നു, അദ്ദേഹം കണ്ടു, എല്ലാവരും ജമാഅത്ത് നിസ്കരിക്കുന്നു, സന്തോഷമായി. അദ്ദേഹം പറഞ്ഞു, വല്ലത്തി തനാമുന അൻഹാ അഫ്ളലു മില്ലത്തി തഖൂമുന യഅനി ആഖിറൽ ലൈൽ. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത സംഭവമാണ്. നിങ്ങൾ ഉറങ്ങിപ്പോകുന്ന സമയമാണ് ഇതിനേക്കാളും ശ്രേഷ്ഠമായത്. ഇശാക്ക് ശേഷം നിസ്കരിക്കുന്നു, അവസാനം കുറച്ച് ഉറങ്ങുന്നു, അതിനേക്കാൾ നല്ലത് ആ സമയത്ത് നിസ്കരിക്കാവുന്നു എന്ന് ഉമർ ഖത്താബ് പറഞ്ഞതൊക്കെ
ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരാൾക്ക് പറ്റുമെങ്കിൽ വിശ്വാസക്കാരൻ കഴിഞ്ഞ പരിയെ പോയി എന്തെങ്കിലും ഒരു കഞ്ഞി കുടിച്ച് കുറച്ചേരം കിടന്ന് ഒന്ന് എഴുന്നേറ്റിട്ട് പിന്നെ ദീർഘമായി അയാൾ നിസ്കരിക്കും, പരിക്കാരെയും കൂട്ടി കുട്ടികളെയും കൂട്ടി ഒന്ന് ജമാഅത്തായിട്ടോ അല്ലാതെയോ ഇപ്പം അയാൾക്ക് മുസാഫ് നോക്കിയിട്ടോ ഒക്കെ വേണേ അയാൾക്ക് ഓതാൻ പറ്റും. ആയിഷ ബീവിക്ക് ഇമാം ഉണ്ടായിരുന്നു, അദ്ദേഹം മുസാഫ് നോക്കി ഓതുമായിരുന്നുവെന്ന് അബൂബക്കർ തത്തൂഷി റഹിമയുടെ അൽ ഹവാദിസുൽ ബിദാ എന്ന കിതാബിൽ അദ്ദേഹം രേഖപ്പെടുത്തിയത് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ആ നിലക്ക് വേണമെങ്കിൽ ഒരാൾക്ക് മുസാഫ് നോക്കിയിട്ടൊക്കെ ഓതുന്നതിനും വിരോധമൊന്നുമില്ല. അപ്പോൾ നമുക്കത് സുന്നത്ത് നിസ്കാരമാണ്, നമുക്കത് എങ്ങനെയും സൗകര്യം പോലെ ചെയ്യാം. ഇപ്പോൾ ഇഷാ സ്കെച്ച് 4 റക്അത്ത് സ്കെച്ച് കിടന്നു തുടങ്ങി, ഒന്ന് എഴുന്നേറ്റിട്ട് പിന്നെ ബാക്കി 4 റക്അത്ത് മുമ്പിൽ വിത്തറും സ്കെച്ചു, അതുമാവാം. അതൊന്നും വിരോധമുള്ള കാര്യമല്ല, സുന്നത്ത് നിസ്കാരമാണ്. ജമാഅത്തായി നിർബന്ധമൊന്നുമില്ല. റമദാനിൽ ജമാഅത്തായി നിസ്കരിക്കൽ പ്രത്യേകമായ ശർഅാക്കപ്പെട്ടതാണ് എന്നേ ഉള്ളൂ. അല്ലാത്ത 11 മാസം ഈ നിസ്കാരത്തിൽ ജമാഅത്ത് സുന്നത്തായിട്ടില്ല. റമദാൻ മാസമാകുമ്പോൾ ഇതിന് ജമാഅത്ത് സുന്നത്തുണ്ട്. ഇതാണ് വ്യത്യാസം. 11 റക്അത്ത് നമുക്ക് എപ്പോഴും നിസ്കരിക്കാം, വിത്തർ നിസ്കാരം ഏത് സമയത്തും 11 റക്അത്ത് നിസ്കരിക്കാം. റമദാനിൽ എന്താ പ്രത്യേകത? റമദാനിൽ ജമാഅത്ത് കൂടി സുന്നത്താണ്, മറ്റ് 11 മാസം ജമാഅത്ത് സുന്നത്തില്ല, ഒറ്റക്കാണ് നിസ്കരിക്കുന്നത്. ഈ വ്യത്യാസമാണുള്ളത്. അപ്പോൾ ഒരാളെ ജമാഅത്തിൽ പങ്കെടുക്കുന്നില്ലായിരിക്കാം, കുഴപ്പമൊന്നുമില്ല. ജമാഅത്ത് പങ്കെടുക്കുന്നില്ല, അയാൾ ഖുർആൻ ഓതിയിരിക്കുന്നു, പിന്നീട് രാത്രി നിസ്കരിക്കാവുന്ന ഉദ്ദേശമാണെങ്കിൽ ആയിക്കോട്ടെ. ഉമർ ഖത്താബ് നടപ്പാക്കി ജമാഅത്തിൽ ഉമർ ഖത്താബ് പങ്കെടുത്തിട്ടില്ല, അദ്ദേഹം പോയിട്ട് അദ്ദേഹം അവസാന സമയത്താണ് പിന്നീട് നിസ്കരിച്ചതായി കാണാൻ കഴിയുന്നത്. ഉബയ്യ് ഇബ്നു കഅബ് അടക്കം ഉമർ ഖത്താബ് ഇമാമാക്കി നിശ്ചയിച്ചു അദ്ദേഹത്തെ. റമദാൻ 20 ആകുമ്പോൾ അദ്ദേഹം മുങ്ങുന്നാണ്, 20 വരെ ഇമാം വെക്കും. 20 കഴിഞ്ഞാൽ ഉബയ്യ് ഇബ്നു കഅബ് പിന്നെ വല്ലാതെ മുങ്ങും. കാരണം അദ്ദേഹത്തെ കുറച്ചും കൂടി ദീർഘമായി നിസ്കരിക്കണം. മഅ്മൂമികൾക്കപ്പാടെ പരിഗണിക്കുമ്പോൾ ഇനി കിട്ടാൻ വകുപ്പില്ല. അപ്പൊ അദ്ദേഹം 20 ആയാൽ പിന്നെ പള്ളിക്ക് വല്ല ഇത് വരൂല. അത് ഞങ്ങൾ പറയുമായിരുന്നു അബഖ ഉബയ്യ് ഒളിച്ചോടി എന്ന് ഞങ്ങൾ പറയുമായിരുന്നതാണ്. നിസ്കരിക്കാൻ മൂപ്പരെ കാണില്ല, അപ്പൊ എവിടേക്ക് ഒരു വൃത്തമില്ല. അപ്പൊ എവിടെ പോയിക്കാം, അപ്പൊ മൂപ്പര് സ്വകാര്യത്തിൽ പോയിക്കാണ്ട് പിന്നെ കുറച്ചും കൂടി ദീർഘമായിട്ട് നിസ്കരിക്കാനാണ് ഉബയ്യ് ഇബ്നു കഅബിന്റെ പ്ലാന്. അപ്പൊ ഞങ്ങൾ പറയുമായിരുന്നു ഉബയ്യ് ഒളിച്ചോടി എന്ന് പറയുമായിരുന്നു എന്ന് ഇമാം മാലിക്കിന്റെ മുവത്തയിൽ റിപ്പോർട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. വല്ലാഹു അഅലം.